നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓരോ കൊട്ടേഷൻ നേതാക്കന്മാരെ ഓരോരുത്തന്മാരുടെ പേര് കേൾക്കുമ്പോ തന്നെ പേടിയാവും. ചോര കണ്ട് അറപ്പ് മാറിയന്മാരാ. ചെയ്തതൊക്കെ കേട്ടാ തന്നെ. അതിനിപ്പോ എന്ത് ചെയ്യാനാ വിജിലേ? കേട്ടിട്ടില്ലേ, നമ്മളെ ഒരാള് കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ മരിക്കല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ലാന്ന്. ശാലിനി എന്തായി പറയുന്നേ? അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ വിജിലേ. അങ്ങനെ എന്നെ ആരും എളുപ്പത്തിലൊന്നും തൊടാൻ ധൈര്യപ്പെടില്ല. പോരെങ്കി വിഷ്ണുവേട്ടന്റെ പെണ്ണല്ലേ ഞാൻ. പാറുമോള് വഴക്കൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, അവൾ അമ്മയുടെ അടുത്ത് കളിയും ചിരിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ റെസ്റ്റോറന്റ് ആളില്ലാത്ത സമയത്ത് മുറ്റം തൂക്കാനായിട്ട് വന്നതാ. ദൂരെ നിന്ന് നോക്കിയപ്പോ മുറ്റത്താരോ നിൽക്കുന്ന പോലെ തോന്നി. ഞാനിങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ ഓടി മാറിക്കളഞ്ഞു. ഞാൻ വന്ന് നോക്കുമ്പോ ഇവിടെ ആരുമില്ല. വീട് പൂട്ടിയിരിക്കുന്നോണ്ട് അകത്ത് കയറാനും പറ്റില്ലല്ലോ. ഓടി മാറാനുള്ള സമയവും കിട്ടിയില്ല. അതാ എവിടെ ഒളിച്ചിരിപ്പുണ്ടോന്ന് എനിക്ക് സംശയമുള്ളത്. അത് നിന്റെ സംശയം മാത്രമായിരിക്കും. വാ, ചിലപ്പോ വിഷ്ണുവേട്ടന്റെ പരിചയക്കാരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവടക്കാര്. അങ്ങനെയാണെങ്കിൽ ആളെ കാണുമ്പോ ഓടി മറയേണ്ട കാര്യമുണ്ടോ? എന്തായാലും എന്തോ കള്ളത്തരൊപ്പിക്കാൻ വന്നതാന്ന് ഉറപ്പാ. വിജിലെ, ശരിക്കും നീ കണ്ടതാണോ? ആ, ഇതിലും വ്യക്തമായിട്ട് ഞാൻ എങ്ങനെയാ പറയാ? എന്തായാലും വാതില് പൂട്ടിയതുകൊണ്ട് അകത്തേക്കൊന്നും കേറിയിട്ടുണ്ടാവില്ല. പോയി കാണും. ശാലിനി പോയിട്ട് ചേച്ചിയെ കണ്ടില്ലേ? കണ്ടു. അല്ല, റെസ്റ്റോറന്റിലേക്ക് വരുന്നില്ലേ? തുറക്കാൻ സമയായി. ഇനിയിപ്പോ ഇന്ന് ഞാനില്ല, നല്ല ക്ഷീണം. ഇവിടെ ഒറ്റയ്ക്കിരിക്കാനോ? എന്നാ ഞാനും കൂട്ടിരിക്കാം. വേണ്ട വിജിലെ, റെസ്റ്റോറന്റ് അടച്ചിടണ്ട. ഞാൻ ഇന്ദുമതി അമ്മയെ വിളിച്ചു പറയാം മോളെ കൊണ്ടുവരാൻ. എന്നാ അങ്ങനെ ആട്ടെ. അപ്പൊ ഞാൻ പോയിട്ട് വരാം ശാലിനി. എന്റെ കാര്യത്തിൽ നിന്റെ വിഷ്ണുവേട്ടൻ ആവശ്യമില്ലാത്ത ശുഷ്കാന്തി കാണിച്ചിട്ടാ അയാൾ എന്നെയും നിന്റെ വിഷ്ണുവേട്ടനെ ചേർത്ത് ഓരോന്ന് പറഞ്ഞത്. ആരാത്? ആരാത്? രോഹിത്, രോഹിത്, രോഹിത് എന്താ ഇവിടെ? എനിക്ക് വിഷ്ണുപ്രിയ ഒന്ന് കാണണം ശാലിനി. എടോ, തനിക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ?
പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ബ്രോ. എന്നാലും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. വിഷ്ണുട്ടാ, രോഹിത്ത് പറയുന്നതിലും കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മരിച്ചെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് എത്ര നാൾ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ പറ്റും? അതിനൊക്കെ സാധിക്കുന്നത് കഥയിലും സിനിമയിലും ഒക്കെ മാത്രം. അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ പോലീസിനെ ആർക്കും കബളിപ്പിക്കാനൊന്നും പറ്റില്ല. ഒരു പിടികിട്ടാ പുള്ളി കുറുപ്പിന്റെ കഥയൊക്കെ പറയാൻ കാണുമായിരിക്കും. അയാളെ അന്വേഷിക്കാതിരുന്നിട്ടില്ലല്ലോ പോലീസ്. ബീഹാർ ബംഗാൾ അതിർത്തിയിൽ എവിടെയോ വെച്ച് കുറുപ്പ് മരിച്ചെന്നാ പോലീസിന്റെ റിപ്പോർട്ട്. അല്ലെങ്കിലും അത്ര വലിയ കള്ളനൊന്നുമല്ല ഞാൻ. മറ്റാർക്കും മുഖം കൊടുക്കാതെ എത്ര കാലം ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കും? ഞാൻ ഇനിയും ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബം എങ്ങനെ കഴിയും? അല്ലെങ്കിൽ വിദേശത്തേക്ക് മറ്റാ പോവാം. പക്ഷേ ഏത് പ്രതികാരത്തിൻ്റെ പേരിലായാലും അമ്മയെ കൂടാതെ എനിക്കൊന്നും പറ്റില്ല ബ്രോ. എന്റെ ബ്രോ, ഒരു രാത്രിയുടെ ഇടവേള മാത്രം ഞാൻ തന്നോട് ചോദിക്കുന്നുള്ളൂ. സുസ്മിതയെ പൂട്ടാനുള്ള വലക്കണ്ണികളെല്ലാം മുറുക്കി വെച്ചിരിക്കുക. ഈ സമയത്ത് താൻ പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ കേസ് തന്നെ ഇല്ലാതാവും. സുസ്മിതയുടെ വക്കീൽ അതൊരു ആയുധമാക്കും. എടോ, ഇപ്പൊ കൊലക്കേസിലെ പ്രതിയ സുസ്മിത. ആ കേസിൽ അവൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത നമ്മൾ വിട്ടുകളയണോ? പക്ഷെ വിഷ്ണുട്ടാ, മുന്നോട്ടെന്താ? എന്നാലും രോഹിത് ജീവനോടെ ഉണ്ടെന്ന് നിയമം അറിയില്ലേ? അറിയും. അപ്പോഴേക്കും അവളെ പൂട്ടാനുള്ള അടുത്ത വഴി നമുക്ക് ആലോചിക്കാനുള്ള സമയമെങ്കിലും കിട്ടുമല്ലോ. എടോ, രോഹിത് ഇപ്പൊ പഞ്ചായത്തിലെ സെറ്റിൽമെന്റ് കോളനിയിലായിരുന്നെങ്കിലോ? ഇനിയിപ്പോ അതല്ല, വിജയൻ എന്ന പോലീസുകാരന്റെ കൈകൊണ്ട് മരണപ്പെട്ടിരുന്നെങ്കിലോ? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ സുസ്മിതയ്ക്ക് തക്കതായ ശിക്ഷ നമുക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടേ? എന്നാ ഞാൻ ഇറങ്ങാം ബ്രോ. എടോ, അല്ല, ചായ കുടിച്ചില്ല. എനിക്ക് വേണ്ട. വിഷ്ണുട്ടാ, ഇക്കാര്യം രഞ്ജിനി ചേച്ചിക്ക് അറിയാമോ? ഇല്ല. എങ്കിൽ നമുക്ക് അർജുനേട്ടനോടെങ്കിലും. വിഷ്ണുട്ടന്റെ ബ്രദറിലോ മാത്രമല്ലല്ലോ, നമ്മുടെ പഞ്ചകൈലാസ യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നല്ലേ. പോരെങ്കിൽ നമ്മുടെ വക്കീലും. ശാലിനി, തൽക്കാലം ഇപ്പൊ ആരും അറിയണ്ട. വിഷ്ണുട്ടാ, ഈ തീരുമാനം ശരിയാണെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.